ടോപ്പിക്കിൽ നമ്മൾ കാണാൻ പോകുന്നത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ ഒന്നാണ് ഞാൻ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത്, കമ്പാരിസൺ ഓഫ് EMF ഓഫ് ടു സെൽസ്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ടു ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പളും അതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് പറഞ്ഞ ശേഷം നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷനായ കമ്പാരിസൺ ഓഫ് EMF ഓഫ് ടു സെൽസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ബോർഡെ ഒരു പിക്ചറൊക്കെ വരച്ചിട്ടുണ്ട്. ആ പിക്ചർ കമ്പാരിസൺ ഓഫ് EMF ഓഫ് ടു സെൽസിൻ്റെ പിക്ചറാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് അതെടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയത്, അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വെച്ചത്. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇക്വേഷൻ V = IR, V = I റോയൽ ബൈ A, V = φL ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. Phi is called potential gradient, V = φL, Phi = V by L. അതായത് potential gradient is the fall in potential per unit length, potential drop per unit length. Phi is equal to V by L. Fall in potential per unit length or potential drop per unit length, that is called potential gradient, or phi is equal to V by L. ഓക്കെ, എന്താ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പൊട്ടൻഷ്യോമീറ്റർ, എൻ്റെ കയ്യിൽ 3 പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ആ 3ൻ്റെ വയറിൻ്റെ ലെന്ത്, ആദ്യത്തെ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെന്ത് 10 മീറ്റർ ആണെന്ന് നോക്കുക. രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്റർ വയറിൻ്റെ ലെന്ത് 100 മീറ്റർ എന്ന് നോക്കുക. മൂന്നാമത്തെ പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറിന്റെ ലെന്ത് 1000 മീറ്റർ ആണെന്ന് നോക്കുക. മൂന്നിൽ ഞാൻ കൊടുക്കുന്ന പ്രൈമറി ബാറ്ററി, അതിന്റെ വോൾട്ടേജ് 3 വോൾട്ടാണ് നോക്കുക. ഇവിടെ കൊടുക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് 3 വോൾട്ട്. ഇതാണല്ലോ പ്രൈമറി സർക്യൂട്ട് അല്ലെങ്കിൽ ആക്സിലറി സർക്യൂട്ട്. ഇതെന്താണ്? സെക്കൻഡറി സർക്യൂട്ടാണ്. എന്ത് ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിലും പ്രൈമറി സർക്യൂട്ടിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല, സെക്കൻഡറി സർക്യൂട്ടിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സെക്ഷൻ ഒഴിച്ചിട്ട്, ഈ ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എന്താണ്? പ്രൈമറി സർക്യൂട്ടാണ്. ഓക്കെ, കോമൺ ആണത്. ഇപ്പം ഞാൻ പറഞ്ഞത് എത്ര വോൾട്ട് കൊടുത്തത്? 3 വോൾട്ടാണ്. എയ്ക്കും ബിക്കും അക്രോസ് ആയ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് 3 വോൾട്ടാണ്. അപ്പോൾ നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിൽ അത് 10 മീറ്റർ ആണെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച് phi is equal to V by L അനുസരിച്ചിട്ട് ഈ ആൻസർ വരും 3/10 വരും. that is equal to 0.3. V by L ആണ് വോൾട്ടേജ്, വോൾട്ട് യൂണിറ്റ്, L മീറ്റർ. ആൻസർ വോൾട്ട് പെർ മീറ്റർ അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ -1. ഇനി നമ്മൾ രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചു. അതിന്റെ ലെന്ത് സെയിം പ്രൈമറി വോൾട്ടേജ് ആണ്, 3 വോൾട്ട് തന്നെ. പക്ഷെ ലെന്ത് എത്രയുണ്ട്? കുറച്ച് കൂടുതലുണ്ട്, 100 മീറ്റർ ഉണ്ട്. അപ്പോൾ ആൻസർ വരും 3/100 വരും. ആൻസർ വരും 0.03 വോൾട്ട് മീറ്റർ -1. ഓക്കെ, മൂന്നാമത്തെ പൊട്ടൻഷ്യോമീറ്റർ ലെന്ത് ഇവിടെ തൊട്ട് ഇവിടം വരെ എത്ര ലെന്ത് ഉണ്ട്? 1000 മീറ്റർ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ലെന്തുള്ള പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് ആൻസർ വരും 3/1000, that is equal to 0.003 വോൾട്ട് മീറ്റർ -1. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? എത്രയുണ്ട്? 0.3 വോൾട്ട് പെർ മീറ്റർ. എത്രയുണ്ട്? 0.03 വോൾട്ട് പെർ മീറ്റർ. എത്രയുണ്ട്? 0.003 വോൾട്ട് പെർ മീറ്റർ. അതായത് 1 സെന്റിമീറ്റർ നമ്മൾ മാറ്റുമ്പോൾ ഡ്രോപ്പ് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ഇതാണ്, 0.3 ആണ്. ഇപ്പോൾ 1 സെന്റിമീറ്റർ മാറ്റിയപ്പോൾ 0.3, ഇവിടെ എത്ര വന്നു? 0.03. ഇവിടെ എത്ര വന്നു? 0.003. അപ്പം നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ സെൻസിറ്റിവിറ്റി നോക്കുമ്പോൾ 1 സെന്റിമീറ്റർ നമ്മൾ മാറ്റിയപ്പോൾ 0.003 1 സെന്റിമീറ്ററിന്റെ മാറ്റുമ്പോൾ അത്രമാത്രം ചെറിയ ഡിഫറൻസ് അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ 1 സെന്റിമീറ്റർ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ ഇവിടെ ഇതെടുത്തിട്ട് ഇങ്ങനെ 1 സെന്റിമീറ്റർ മാറ്റുമ്പോൾ എത്ര? 1 സെന്റിമീറ്റർ ഇവിടെ തൊട്ട് ഇവിടെ വരെ മാറ്റും 0.003 വോൾട്ട് പെർ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മാറ്റുമ്പോൾ 0.003 വോൾട്ട് പെർ മീറ്ററിന്റെ ഒരു മാറ്റമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ ആദ്യത്തെ കേസിൽ അങ്ങനെയല്ല. 1 സെന്റിമീറ്റർ മാറ്റുമ്പോൾ എത്ര മാറും? 0.3 വോൾട്ട് പെർ മീറ്റർ മാറും. അപ്പം നമുക്ക് ചെറിയ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ, വളരെ ചെറിയ വോൾട്ടേജ് കണ്ടുപിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ഒരു പൊട്ടൻഷ്യോമീറ്റർ ആകണമെങ്കിൽ നമ്മൾ 1 സെന്റിമീറ്റർ, ഇവിടെ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ എങ്കിൽ 0.003 വോൾട്ട് ഒന്നും അളക്കാൻ പറ്റൂല. കാരണം 1 സെന്റിമീറ്റർ മാറ്റുമ്പോൾ 0.3 വോൾട്ടേ വരുള്ളൂ. 0.3 വോൾട്ട്
1 സെന്റിമീറ്റർ മാറ്റുമ്പോൾ ആകുന്ന കാരണം അതിൽ വളരെ ചെറിയൊരു ഡിസ്റ്റൻസ്, അത് വളരെ പൊട്ടിക്ക് മാത്രം ജോക്കി മാറ്റുമ്പോൾ എത്ര വോൾട്ട് ആകും? 0.003 വോൾട്ട് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് അളക്കാൻ പറ്റില്ല, ലെന്ത് നമുക്ക് അളക്കാൻ പറ്റില്ല. ഇത് നമുക്ക് പ്രശ്നമില്ല. 1000 മീറ്റർ ആണ് എത്ര മാറ്റം? 0.003 കുറച്ച് മാറ്റാറുണ്ട്. 1 സെന്റിമീറ്റർ മാറ്റുമ്പോൾ മാത്രമേ എത്രയാകുന്നത്? 0.003 വോൾട്ട് പെർ മീറ്റർ ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 0.5 സെന്റിമീറ്റർ നിൽക്കുകയാണെങ്കിൽ എത്ര അളക്കാൻ പറ്റും? 0.0015 വോൾട്ട് പെർ മീറ്റർ അളക്കാൻ പറ്റും. അതായത് 1 സെന്റിമീറ്ററിൽ എത്ര വരും? 0.003 വോൾട്ട് പെർ മീറ്റർ. 0.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ പകുതി നമുക്ക് അളക്കാൻ പറ്റും. ഇത് പക്ഷെ അങ്ങനെയല്ല. 0.003 വോൾട്ട് 0.003 വോൾട്ട് ഇതിനകത്ത് അളക്കാൻ വലിയ പ്രയാസമാണ്. കാരണം 1 സെന്റിമീറ്ററിൽ എത്രയേ വരുന്നുള്ളൂ? 0.3 വോൾട്ട് പെർ മീറ്റർ ഉണ്ട്, അത്രയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ 0.003 വോൾട്ടൊക്കെ ഇതിനകത്ത് അളക്കാൻ പറ്റൂല. കാരണം നമുക്ക് മാറ്റാനുള്ള സ്പേസ് നമുക്ക് ഉണ്ടാവില്ല, വയറിൽ അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ഏറ്റവും കുറവുള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളത്. ഇപ്പം പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഫോളിംഗ് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെന്ത് ഏറ്റവും കുറവുള്ളതിനായിരിക്കും എന്ത് കൂടുതലുണ്ടാവുക? സെൻസിറ്റിവിറ്റി കൂടുതലുണ്ടാവുക. തിരിച്ചു പറയുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഏറ്റവും കുറവുള്ളത് ഏതിനാണോ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ എന്തുണ്ടാവുക? സെൻസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അതായത് അത്രയും ചെറിയ വാല്യൂ വരെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പം വളരെ ചെറിയ ഒരു വോൾട്ടേജ് അളക്കണമെങ്കിൽ വയറിന്റെ ലെന്ത് നല്ല ലെന്തായിരിക്കണം. ലെന്ത് കൂടിയ വയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ V/L ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജിനാണെങ്കിൽ L കൂടുന്നതിനനുസരിച്ച് എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? 5 കുറഞ്ഞുകൊണ്ടിരിക്കും. പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് കുറയുകയാണെങ്കിൽ ഫോളിംഗ് പൊട്ടൻഷ്യൽ പെർ യൂണിറ്റ് ലെന്ത് വളരെ ഫോൾ ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആപ്ലിക്കേഷനിലോട്ട് പോവാണ്. ആപ്ലിക്കേഷൻ നോക്കുക. ആദ്യത്തെ ആപ്ലിക്കേഷൻ ടു കമ്പയർ ദ EMF ഓഫ് 2 സെൽസ്. 2 സെല്ല് തരുന്നു, ആ 2 സെല്ലിന്റെ EMF കമ്പയർ ചെയ്യുന്നു. സാധാരണ ഡാനിയ സെല്ലും ഡ്രൈ സെല്ലോ അല്ലെങ്കിൽ ലഗ്ലാറ്റി സെല്ലാണ് നമുക്ക് തരുന്നത്. ആ 2 സെല്ലിന്റെ EMF കണ്ടുപിടിച്ച് രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുകയാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് ഫോർ സ്റ്റഡി കറന്റ്. ഓക്കെ, അങ്ങനെ ഒന്നുമില്ല. ആദ്യത്തെ സെല്ല് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സെക്കൻഡറി സെല്ലായിട്ട് ഞാൻ 2 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെല്ലിൽ ഇപ്പൊ ഞാൻ ഈ E1 എന്ന് കൊടുത്തിരിക്കുന്നതിന് ആദ്യത്തെ സെല്ലായിട്ട് എടുക്കുന്നു, E2 എന്ന് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ സെല്ലായിട്ട് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഒരു സെല്ല് മാത്രം കണക്ട് ചെയ്യുക. അതിന്റെ ജോക്കിയും ഗാലറോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഏതൊട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ N1 എത്തുന്നു. ഈ പോയിന്റിലെത്തുമ്പോൾ N1 ഈ ലെന്ത് പിന്നെ അക്രോസ് ആയ വോൾട്ടേജും ഇതിന്റെ EMF എന്താവുന്നു? സെയിം ആവുന്നു. അങ്ങനെയാണെങ്കിൽ E1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ലെന്ത്. ആ ലെന്തിന് L1 കൊടുത്തു. ഇനി ഈ ആദ്യത്തെ സോഴ്സ് അവിടെ മാറ്റി വെക്കുന്നു. രണ്ടാമത്തെ സെല്ല് കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സെല്ലിന്റെ EMF E2 കൊടുക്കുന്നു. രണ്ടാമത്തെ സെല്ലിന്റെ EMF വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നേരിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു, ഇങ്ങനെ വന്നു. വേറൊരു പോയിന്റ്, സപ്പോസ് ദിസ് പോയിന്റ്, ഈ പോയിന്റ്, ആ പോയിന്റ് N2 കൊടുത്തു. ഈ പോയിന്റിൽ ജോക്കി വെച്ചപ്പോൾ, അതായത് A തൊട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇവിടെ ജോക്കി വെച്ചപ്പോൾ ഗാലറോമീറ്റർ നീഡിൽ എത്ര കാണിക്കുന്നു? 0 കാണിക്കുന്നു. ആ ലെന്ത് നമ്മൾ നോക്കി. അവിടെ തൊട്ട് ഇവിടം വരെ ലെന്ത് നമ്മൾ നോക്കി. ദെൻ സെക്കൻഡ് സോഴ്സിന്റെ EMF E2, that is directly proportional to L2. Then E1/E2 is equal to L1/L2 നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആണ്. കുറച്ച് ജസ്റ്റ് ഒന്ന് മാറ്റി പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പോലെ ഒന്ന് പറയാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. നോക്കുക, സർക്യൂട്ട് ഡയഗ്രം മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്രൈമറി സർക്യൂട്ട് ആണ്. ഇത് A ആണ്, ഈ പോയിന്റ് B ആണ്, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇത് എൻഡിംഗ് പോയിന്റ് ആണ്. ഇവിടെ ബാറ്ററി പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്, നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്, റിയോസ്റ്റാറ്റ് കൊടുത്തിട്ടുണ്ട്, കോൺസ്റ്റന്റ് കറണ്ട് നോക്കുന്നു. വേണമെങ്കിൽ ഇടയ്ക്ക് ഒരു കീ വെക്കാം, വേണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കീ വേണം വെക്കാം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ 2 സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെല്ല് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പോസിറ്റീവ് ഇവിടെ കൊടുത്തു. രണ്ടാമത്തെ സെല്ലിനും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ പോസിറ്റീവ് ഇവിടെ കണക്ട് ചെയ്തു. രണ്ടാമത്തെ സെല്ലിന്റെ പോസിറ്റീവ് ഇവിടെ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പ്രൈമറി സെല്ലിന്റെ പോസിറ്റീവ് ഇവിടെയാണ്, സെക്കൻഡറി സെല്ലായ ആദ്യത്തെ സെല്ലിന്റെയും രണ്ടാമത്തെ സെല്ലിന്റെയും പോസിറ്റീവ് ഒരൊറ്റ പോയിന്റാണ് കണ്ടു വെച്ചിരിക്കുന്നത്. നോക്കുക, എല്ലാത്തിന്റെയും പോസിറ്റീവ് ഒരൊറ്റ പോയിന്റാണ് ഉള്ളത്. ഇനി ഇതിന്റെ നെഗറ്റീവ് എടുത്തിട്ട്, ഇതൊരു കീ ആണ്, 2 വേ കീ എന്ന് വിളിക്കും. ഈ കീ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെഗറ്റീവ് എടുത്തിട്ട് ഇവിടെയും കണക്ട് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, ഈ കീ ഇവിടെ ഇടുകയാണെങ്കിൽ അതിന് സ്വിച്ച് ഓൺ ആക്കോ ഓഫ് ആക്കും. ഈ കീ ഇവിടെ ഇടുകയാണെങ്കിൽ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി, ഈ സെൽ അവിടെ വരില്ല. ഇനി ഈ കീ ഊരിയിട്ട് ഇവിടെ ഇടുകയാണെങ്കിൽ രണ്ടാമത്തെ സെൽ അവിടെ ഇൻസേർട്ട് ചെയ്യും. അതായത് ഓരോ സെല്ലും മാറ്റി മാറ്റി വെക്കുന്നതിന് പകരം നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യത്തെ സെല്ല് വെച്ച് കണ്ടുപിടിക്കാം, അത് റിമൂവ് ചെയ്ത ശേഷം രണ്ടാമത്തെ സെല്ല് വെച്ച് കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ ചെയ്യുന്ന രണ്ട് സെല്ലും കണക്ട് ചെയ്തിട്ട് ഒരു കീ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് കീ ഇടുന്നതെങ്കിൽ ഇവിടെ കീ ഉണ്ടാവൂല. അപ്പം ഏത് സർക്യൂട്ട് വരും? ഈ സർക്യൂട്ട് വരും. അപ്പൊ ആദ്യത്തെ സെല്ല് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ വരും. ഇനി ഈ കീ ഊരിയിട്ട് ഇവിടെയാണ് ഇടുന്നതെങ്കിൽ രണ്ടാമത്തെ സെല്ല് വരും. ഒന്നാമത്തെ സെല്ല് അവിടെ ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ സെല്ല് ഇവിടെ ഓപ്പൺ ആണ്, ഇത് ക്ലോസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സെല്ല് ആ പൊട്ടൻഷ്യോമീറ്ററിൽ അവിടെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നോക്കി വരച്ച് പഠിക്കുക. പ്രാക്ടിക്കലി ഈ സർക്യൂട്ട് ഡയഗ്രാം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്താ? EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിംഗ്. കറണ്ട് എല്ലാം സ്റ്റഡി വെച്ചു, എല്ലാം റെഡി ആക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സെല്ല്, അതായത് ഇതിനെ 1 കൊടുത്തിട്ടുണ്ട്, ഇന്ന് അടുക്കള പോലെ 2 കൊടുത്തിട്ടുണ്ട്, ഇതിന് എന്ത് കൊടുത്തു? 3 കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ സെല്ലാണ്. രണ്ടാമത്തെ സെല്ല് എന്ത് കൊടുത്തു? E2 കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെല്ല് E1 കൊടുത്തു. ആദ്യത്തെ സെല്ല് ഈ സർക്യൂട്ട് വരാൻ വേണ്ടി ഇവിടെ കീ ഇട്ടു. ഇങ്ങനെ വന്നു. ഓക്കെ, ആദ്യത്തെ സെല്ല് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തെ സെല്ല് അവിടെ ഇല്ല. ഇങ്ങനെ വന്നു. ഇത് ഗാൽവാനോമീറ്റർ ആണ്. ഇവിടെ നമ്മള് ഫ്രീ എൻഡ് ഉണ്ട്, ഇത് ജോക്കിയാണ്. അങ്ങനെ ജോക്കി ഞാൻ ഏതിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ചോക്ക് പീസ് ജോക്കിയാന്ന് നോക്കുക. ഇങ്ങനെ മൂവ് ചെയ്ത് ഈ എൻഡ് പോയിട്ട് ഇവിടെ കൊണ്ടുവച്ചു. അവിടെ N1 എത്തിയപ്പോൾ ഗാൽവാനോമീറ്റർ ലീഡില് 0 ഡെഫിഷൻ കാണിച്ചു. അപ്പോൾ കറണ്ട് എത്ര വന്നു? IC എത്ര വന്നു? 0 വന്നു. There is no current drawn from the cell E1. E1 നമ്മളിപ്പോൾ എന്തെടുക്കുന്നില്ല? കറണ്ട് എടുക്കുന്നില്ല. കറണ്ട് എടുക്കാത്തപ്പോൾ ആ സെല്ലിന് അക്രോസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എത്രയാണോ അതിനെ വിളിക്കുന്ന പേരാണല്ലോ EMF. അപ്പം കറണ്ട് ഇതിൻ്റെ അകത്ത് ഒട്ടും എടുക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വൽ EMF കിട്ടുക. ഒരു വോൾട്ട്മീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസും രണ്ടായിരിക്കും. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന റീഡിങ് ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഒരു സെല്ലിൽ നിന്നും കറണ്ട് എടുക്കാത്തപ്പോൾ സെല്ലിന്റെ 2 ടേമുകൾക്കിടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിച്ച? EMF എന്ന് വിളിച്ചത്. അപ്പം പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുമ്പോൾ സെല്ലിൽ നിന്ന് എന്തെടുക്കുന്നില്ല? കറണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ആക്ച്വൽ വോൾട്ടേജ് നമുക്ക് കിട്ടുന്ന ആ വോൾട്ടേജ് എന്താണ്? ആക്ച്വൽ EMF ആയിരിക്കും. പക്ഷേ ഒരു വോൾട്ട്മീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് പകരം ഇതിന് അക്രോസ് ആയി വോൾട്ടേജ് കണക്കാക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടി ഒരു വോൾട്ട്മീറ്റർ ആണ് വെക്കുന്നതെങ്കിൽ കിട്ടുന്ന റീഡിങ് നേരത്തെ കിട്ടിയ റീഡിങ്ങിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. കാരണം വോൾട്ട്മീറ്റർ എന്തെടുക്കുന്നുണ്ട്? കറണ്ട് സെല്ലിൽ നിന്ന് എടുക്കുന്നുണ്ട്. കറണ്ട് സെല്ലിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് കറണ്ട് വോൾട്ട്മീറ്ററിൽ കൂടെ വരാൻ സാധ്യതയുണ്ട്. കറണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തിന് ഈക്വൽ ആയിരിക്കില്ല? ആക്ച്വൽ EMFന് ഈക്വൽ ആയിരിക്കില്ല. ആക്ച്വൽ EMFിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ വോൾട്ട്മീറ്റർ അളക്കുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ കിട്ടുന്ന റീഡിങ്ങിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ ആണ് ആക്യുറേറ്റ് റീഡിങ് കിട്ടുന്നത്. ആക്യുറേറ്റ് റീഡിംഗ് നൽകുന്ന വോൾട്ട്മീറ്ററിനേക്കാളും അഡ്വാൻറ്റേജ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പക്ഷേ വോൾട്ട്മീറ്റർ വളരെ കോമ്പാക്ട് ആയത് കാരണം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് വോൾട്ട്മീറ്റർ ആണെന്ന് വ്യത്യാസമുള്ളൂ. ഇതിന് ഇത്രയും അറേഞ്ച്മെന്റ് ആവശ്യമുള്ളത് കാരണം പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ സാധാരണ EMF അളക്കാൻ വേണ്ടി സാധാരണ കേസ് ഉപയോഗിക്കാറില്ല. പക്ഷെ ആക്യുറേറ്റ് ആയിട്ട് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനു ഉപയോഗിക്കണം? പൊട്ടൻഷ്യോമീറ്റർ തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെല്ല് വെച്ചു, കറണ്ട് പാസ് ചെയ്തു, N1 എത്തി, കറണ്ട് 0 ആയി. അപ്പം ബാലൻസിങ് കണ്ടീഷനായി. ഇവിടെ തൊട്ട് തൊട്ട് N1 വരെയുള്ള ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ, തൊട്ട് N1 വരെയുള്ള ഈ ലെന്തിലുള്ള ബാലൻസിംഗ് ലെന്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണോ അതാണ് ഈ സെല്ലിന്റെ EMF E1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കിർച്ചോഫ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ്. കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ്. ഞാനിപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഞാൻ ഇത് ഒരു ലൂപ്പ് എടുക്കുവാണ്. N1 പിന്നെ ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. G ഇങ്ങനെ വന്നു, എവിടെ എത്തി? 1 എത്തി. ഇത് 1 ആണ്. 2-ലെത്തി, 1-ലെത്തി, A-ലെത്തി. ഒന്നുകൂടെ നോക്കാം. സ്റ്റാർട്ട് ചെയ്തു, അത് സ്റ്റാർട്ട് ചെയ്ത് എവിടെ എത്തി? N1-ലെത്തി, പിന്നെ തിരിച്ച് ഇതാണ് ഇപ്പൊ ഇങ്ങനെ വന്ന് എവിടെ എത്തി? G-ലെത്തി. G-ന്ന് വന്ന് എവിടെ എത്തി? 2-ലെത്തി. 2-ന്ന് എവിടെ എത്തി? 1-ലെത്തി. 1-ന്ന് എവിടെ എത്തി? വീണ്ടും A-ലെത്തി. ക്ലോസ്ഡ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. N1 ഇങ്ങനെ വന്ന് ക്ലോസ് ലൂപ്പാണ്. ഇങ്ങനെ വന്ന് G-ലെത്തി, G-ന്ന് എവിടെ എത്തി? 2-ലെത്തി, 2-ന്ന് 1-ലെത്തി, 1-ന്ന് ഇങ്ങനെ വന്ന് എവിടെ എത്തി? A-ലെത്തി. ആ ലൂപ്പ് കംപ്ലീറ്റ് ആയി. കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ആണ്. അപ്പൊ തൊട്ട് N1 വരെ വരുന്നു. തൊട്ട് N1 വരെ ഇങ്ങനെ വന്നു. അപ്പോൾ അതിനക്രോസ് ആയ വോൾട്ടേജ് VC എത്രയാണ്?
IR ആണ്. R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെയുള്ള റെസിസ്റ്റൻസ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ആറിന്റെ വാല്യൂ റോയൽ ബൈ എ ആണ്. അപ്പോൾ V = I × റോയൽ ബൈ എ. then V = എന്ത് വരും? 5L വരും. അപ്പം 2 സെൽ ഉള്ളത് കാരണം നമ്മൾ എന്ത് കൊടുക്കുന്നതിനെ L1 എന്ന് കൊടുക്കുന്നു. 5L1 എന്ന് കൊടുക്കുന്നു. ആ വിയും ഈ E1 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം ഇതിന് അക്രോസ് ആയ വോൾട്ടേജ് അപ്പോൾ ഏതൊട്ട് എവിടം വരെ എത്തുന്ന N1 വരെ എത്തുമ്പോൾ അതിന് എത്ര IR വരും? V = IR എത്ര വരും? 5 × L വരും. അപ്പൊ 5 × L വരും. L1 കൊടുത്തു. ഓക്കെ, എന്തുകൊണ്ട് L1 കൊടുക്കാനുള്ള കാരണം 2 സെല്ലുള്ളത് കാരണം അടുത്ത സെല്ലിന് L2 നമ്മൾ കൊടുക്കും. അടുത്ത സെല്ലിന്റെ ബാലൻസിന് വേറെ ആയിരിക്കാം. ഒന്നാമത്തെ സെല്ലിന്റെ അതേ EMF ആണെങ്കിൽ അടുത്ത സെല്ലിന്റെ ബാലൻസിന് അത് തന്നെ വരും. ഓക്കെ, 5L1 കൊടുത്തു. അവിടെ എവിടെ വരെ എത്തി? നമ്മൾ A തൊട്ട് N1 വരെ എത്തി. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകും. ഇങ്ങോട്ട് പോകുമ്പോൾ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് G ഉണ്ട്. അപ്പൊ I × G കണ്ടുപിടിക്കണം. കറണ്ട് × റെസിസ്റ്റൻസ്. വോൾട്ടേജ് കണ്ടുപിടിക്കണം. കറണ്ട് × റെസിസ്റ്റൻസ്. I × G I 0 ആയത് കാരണം എത്ര വരും? ആൻസർ 0 +0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് EMF. അതല്ല നമ്മൾ കിർച്ചോഫ് റൂൾസ് പറഞ്ഞിരിക്കുന്നത്. സൈൻ കൺവെൻഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര വരുന്നു? 0. ദാറ്റ് ഈസ് ഈക്വൽ നെറ്റ് EMF. അങ്ങനെ ഇങ്ങനെ വന്ന് 2-ലെത്തി 1-ലെത്തി ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലോട്ടാണ് പോകുന്നത്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുമ്പോൾ എന്ത് കൊടുക്കണം? +E1 കൊടുക്കണം. അപ്പൊ എന്ത് +E1 പ്ലസ് ഇട്ടിട്ട് വരെ പ്ലസ് വായിച്ചു. +E1 പകരം E1 കൊടുക്കും. അങ്ങനെ വീണ്ടും എവിടെ എത്തുന്ന A-ലെത്തും. അപ്പൊ A നിന്നും N1-ലെത്തി. ആ വോൾട്ടേജ് കണ്ടുപിടിച്ചു. അത്രയാണ് 5 × L1 ആണ്. അത് ഏതൊട്ട് N1 വരെയുള്ള ലെന്താണ് L1. 5 പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ആണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ I × G I 0 ആയത് കാരണം അവസാനം 0 ആയിപ്പോയി. പിന്നെ 2-ൽ നിന്ന് എവിടെ എത്തുന്ന A-ലെത്തുമ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോകുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ +E1 കൊടുത്തു. ദെൻ ആൻസർ എന്ത് വന്നു? 5. ഈ ആൻസർ വന്നു 5L1 = എന്ത് വന്നു? E1 കിട്ടി. അതിനെ അവിടെ വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഒരു ഒന്നാമത്തെ സെല്ല് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെല്ല്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കീ ഇവിടെ നിന്ന് ഊരി ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ കീ ഊരി. ഓക്കെ, അപ്പം ഒന്നാമത്തെ സെല്ലിന്റെ EMF നമ്മൾ കണ്ടുപിടിച്ചു. E1 = 5L1 എന്ന് വന്നു. രണ്ടാമത്തെ സെല്ല് കണ്ടുപിടിക്കുക ഇതേപോലെ തന്നെ. രണ്ടാമത്തെ സെല്ല് വന്നു ഇതേപോലെ തന്നെ ഇങ്ങനെ. അപ്പൊ നമ്മള് ഈ ജോക്കി ഇല്ലേ, ജോക്കി ഇവിടുന്ന് മാറ്റി. ജോക്കി ഇപ്പൊ വേറെ സ്ഥലത്തായിരിക്കും. അപ്പം ഇവിടെ ഇരുന്ന ജോക്കി ഇപ്പൊ എവിടെയായി? സ്ഥലം മാറിപ്പോയി. കാരണം ആ സെല്ലിന്റെ EMF മാറ്റാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. മാറ്റം അല്ലെങ്കിൽ അവിടെ തന്നെ വരും. ഇപ്പൊ മാറ്റാമെന്ന് നമ്മൾ എടുക്കുന്നു. എവിടെ വരുന്നു? ഇവിടെ വരുന്നു. ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റ് ഞാൻ എന്ത് കൊടുത്തിരിക്കുന്നത്? N2 എന്ന് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കുമോ നിങ്ങൾ? ബോർഡ് കുറച്ച് ചെറുതായത് കാരണം ചിലപ്പോൾ കാണാൻ ചെറിയ പ്രയാസം. N2 എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ എത്തിയപ്പോൾ ഗാൽവനോമീറ്റർ നീഡിൽ എത്ര കാണും? 0 ഡെഫിഷൻ കാണും. കാരണം കുറച്ച് EMF കൂടുതലുള്ള സെല്ലാണിത്. അതുകൊണ്ടാണ് കുറച്ച് ലെന്ത് കൂടുതലോ. ഓക്കെ, അങ്ങനെ IG എത്ര വന്നു? കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ എത്ര വന്നു? 0 വന്നു. ഏത് ലെന്തിൽ? N2 ലെന്തിൽ 0 വന്നു. വേറെ ലെന്താണ് L2 എന്ന് കൊടുത്തു. ഇപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മൾ വീണ്ടും എടുക്കുന്നു. ഇതേപോലെ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യുന്നു. എവിടെ നിന്ന്? Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. ഇവിടെ ഒന്നും കണക്ഷൻ ഇല്ല. ഇവിടെ മാത്രമേ ടച്ച് ഉള്ളൂ. ഇത് കണക്ഷൻ ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ എത്തി. അപ്പൊ ഏതായാലും ഒരു പേര് കൊടുക്കുക A. പിന്നെ അടുത്ത N2 പിന്നെ എന്തോടെ വന്നു? G ഇവിടെ വന്നു 2 ഇവിടെ വന്നു 3 ഇവിടെ എത്തി. പിന്നെ എവിടെ എത്തി? A. അടുത്ത പേര് കൊടുത്തു. ഓക്കെ, N2 ഈ ലെന്തിന് അക്രോസ് ആയ വോൾട്ടേജ് നേരത്തെ കണ്ടോളൂ. V = IR. V = 5 × L. ഇവിടെ L-ന് പകരം എത്ര? L2 കിട്ടും. 5L2 എന്ന് കിട്ടി. അതിന് അക്രോസ് ആയ വോൾട്ടേജ് കിട്ടി. പ്ലസ് അവിടെ മൈനസ് ആണെന്നറിയാം. നോക്കി ഇവിടെ 0 വോൾട്ടേജ് കണ്ടു. I × G I 0 ആയത് കാരണം ഇത് G റെസിസ്റ്റൻസ് ആണ്. അത് 0 ആയി. പ്ലസ് എത്ര വന്നു? 0. 2-ൽ നിന്ന് 3-ലെത്തി ഒന്നുമില്ല. ഇനി 3-ൽ നിന്നും നമ്മുടെ എവിടെ എത്തുന്നു? ഇങ്ങനെ എത്തുമ്പോൾ മൈനസ് നിന്നും പ്ലസിലോട്ടാണെങ്കിൽ എന്ത് വരും? പ്ലസ് വരും. പ്ലസ് എന്ത് കൊടുത്തു? E2. ദാറ്റ് ഈസ് ഈക്വൽ നെറ്റ് EMF. നെറ്റ് വോൾട്ടേജ് ഈസ് ഈക്വൽ നെറ്റ് EMF. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? E2 ആയി. ജസ്റ്റ് മാറ്റി എഴുതുന്നു. E2 ഇവിടെ എഴുതുന്നു. അതാണ് E2 ഈസ് ഈക്വൽ എന്ന് വന്നു 5L2. രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. എന്താ പറഞ്ഞത്? ഇത് കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 സെൽസ് ആണ്. രണ്ട് സോഴ്സിന്റെ EMF കമ്പയർ ചെയ്യുക. അപ്പൊ രണ്ട് നമ്മൾ റേഷ്യോ എടുക്കുക. ഞാൻ റേഷ്യോ എടുക്കുക E1/E2. ഇക്വേഷൻ 1/2 ആണ്. E1/E2 E2/E1. ദാറ്റ് ഈസ് ഈക്വൽ ടു 5L1.
that is divided by 5L. 5 cancel. Answer 3 E1 by E2 is equal to L1 by L2. E1 by E2 is equal to L1 by L2. Okay. ഇനി ഇങ്ങനെയൊന്നും കിർച്ചോഫ് റൂൾസ് ഉപയോഗിച്ചൊന്നും കമ്പയർ ചെയ്യാണ്ട് കിർച്ചോഫ് റൂൾസ് ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യാം. എന്താ EMF is directly proportional to balance in. ഈ T ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇടുക. Then E1 directly proportional to L1. Next E2 directly proportional to L2. ഇങ്ങനെ കൊടുക്കും. ഓക്കെ. Then റേഷ്യോ എടുക്കുക. ഞാൻ ഇവിടെ വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് കോൺസ്റ്റന്റ് ചേർക്കാം. E1 is equal to കോൺസ്റ്റന്റ് ഇൻറ്റു നമ്മൾ 5 എടുത്തു, അല്ലെങ്കിൽ K എഴുതിയാലും മതി 5. Then E1 by E2 is equal to 5 L1 by 5 L2. 5 ക്യാൻസൽ. പിന്നെ L1 by L2. രണ്ടും ഒന്നാണ്. ഇതാണ് സിമ്പിൾ ആണ്. E1 ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു L1. E2 ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു L2. then E1 by E2 is equal to വരും L1 by L2. അത്ര സിമ്പിൾ ആണ്. പക്ഷെ കൺസിഡർ മാത്രം നോക്കിയാൽ മതി. then ഈ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കഴിഞ്ഞു. കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 cells നമുക്കിവിടെ കഴിഞ്ഞു. ഓക്കെ. ഇനി ഇവിടെ അടുത്ത ആപ്ലിക്കേഷനോടുള്ള പോകുന്നത്. അടുത്ത ആപ്ലിക്കേഷൻ എന്താണ്? ടു ഫൈൻഡ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ.